ഗാർഡിയനായിട്ട് ഇപ്പൊ അവൾക്ക് അച്ഛനില്ല. അതുകൊണ്ട് ഞാനാ പോകുന്നത്. അതാ പറഞ്ഞത് നമുക്ക് വൈകിട്ട് കാണാം. ഓഹോ, അങ്ങനെയാണ് കഥ. ഇപ്പൊ ശരിയാക്കി തരാം. എനിക്ക് ഇഷ്ടം നീലയാ. നീലയോ? സൂപ്പർ. ആകാശത്തിന്റെ വർണ്ണം, കടലിന്റെ നിറം, സാക്ഷാൽ കള്ളകൃഷ്ണന്റെ സ്വന്തം നീല. ഞാനും ഇനി മുതൽ നീല ഇഷ്ടപ്പെടാം. മഹിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ചൈനീസ് ഫുഡാണോ അതോ സൗത്ത് ഇന്ത്യൻ ആണോ? ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇഷ്ടപ്പെടാറില്ല. കിട്ടുന്നതെന്തും കഴിക്കും. എങ്കിലും എന്തിനോടെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടം കാണില്ലേ? നാടൻ ചോറും മീൻകറി എനിക്കിഷ്ടം. ആ, മനസ്സിലായി. ഒരു കള്ളുഷാപ്പ് ലൈൻ. മഹിയോട് സംസാരിക്കുമ്പോ ഒരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യുന്നു. മഹിക്കോ? മഹി ഫ്രീ ആണെങ്കിൽ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. നമുക്കേ കുട്ടനാട്ടിലോട്ട് വിട്ടാലോ? കുട്ടനാട്ടിലേക്കോ? അതെ. അത് ഞാനിന്ന് കുറച്ച് ബിസിയാ. മഹി ഒപ്പം വരികയാണെങ്കിൽ ഷോപ്പിംഗ് ഒന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നേരെ കുട്ടനാട്ടിലേക്ക് വിടാം. നല്ല കുട്ടനാടൻ കാറ്റൊക്കെ ആസ്വദിച്ച് കള്ളും കപ്പയും ഒക്കെ കഴിച്ച് നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം. നല്ല കണവത്തോരനും ഞണ്ടുകറിയും ഇലയിൽ പൊള്ളിച്ച കരിമീനും കക്കത്തോരനും കഴിച്ച അടിപൊളിയായിരിക്കും. ആ കൂട്ടത്തിൽ മഹിക്ക് വേണമെങ്കിൽ ഇളങ്കള്ളും കുടിക്കാം. പിന്നൊരു ദിവസം ആവട്ടെ. ഓക്കെ മഹി, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ആ ജെയിംസേ, വൈകിട്ടാവട്ടെ. രാവിലെ ഞാൻ കുറച്ച് എൻഗേജ്ഡാ. ആ മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ചിന്നുവിനെ കുറിച്ച്. വേലക്കാരിയായിട്ടൊന്നുമല്ല ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. നല്ല കുട്ടിയാ. അവൾ എന്നെ സാറെന്ന് വിളിക്കുമെങ്കിലും മനസ്സിലൊരു അച്ഛന്റെ സ്ഥാനത്താ. അതേടോ, എന്റെ മാനസപുത്രി തന്നെയാ. അവൾ എനിക്ക് മകളെ പോലെ തന്നെയാ. ഇപ്പോ ലോ അക്കാഡമിയിൽ LLBക്ക് അഡ്മിഷനായി. ഗാർഡിയനായിട്ട് ഇപ്പൊ അവൾക്ക് അച്ഛനില്ല. അതുകൊണ്ട് ഞാനാ പോകുന്നത്. അതാ പറഞ്ഞത് നമുക്ക് വൈകിട്ട് കാണാം. ഓഹോ, അങ്ങനെയാണ് കഥ. ഇപ്പൊ ശരിയാക്കി തരാം. എന്തു വരെ ശരിയാ? എന്റെ പ്രാണസഖിയുടെ മുഖത്തെന്താ ഇത്ര കഥനഭാരം? അർജുൻ സർ, അവനവന് ഓരോ ഡിഗ്നിറ്റി ഉണ്ട്. അത് കീപ്പ് ചെയ്ത് വേണം മനുഷ്യൻ ജീവിക്കാൻ. ഇവിടിപ്പോ ആരുടെ ഡിഗ്നിറ്റിക്ക് എന്ത് പറ്റിയെന്നാ എന്റെ ഐശ്വര്യക്കുട്ടി പറയുന്നേ? അപ്പൊ അർജുൻ സാർ ഒന്നും അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ഇപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും സാർ അറിയാറില്ലല്ലോ. ഐശ്വര്യ കാര്യം പറ. കാര്യമൊക്കെ പറയാം. ഞാൻ ഈ കാര്യം പറഞ്ഞാൽ അർജുൻ സാറിന്റെ നിയന്ത്രണം പോവും. കാര്യം അന്തസ്സുള്ള ആർക്കും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഐശ്വര്യ, സസ്പെൻസ് ഇടാതെ കാര്യം പറ. അടുക്കളക്കാരി ചിന്നുനെ LLB പഠിപ്പിക്കാൻ കോളേജിൽ വിട്ടയച്ചത് പോട്ടെ. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ മൂത്ത മകനായ അർജുൻ സാറിനോട് ഒന്ന് ചോദിക്കണമായിരുന്നു. അത് ചെയ്തില്ല. ശരി, അതും പോട്ടേന്ന് വെക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ അച്ഛൻ കാണിക്കാൻ പോകുന്നത് നെറികേടാ. മക്കളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന ശുദ്ധ നെറികേട്.
അർജുൻ സാറിന്റെ അച്ഛൻ രമാനിലയത്തിലെ ജയരാമൻ ശരിക്കും ആരാ? നാടകക്കാരനൊന്നല്ലല്ലോ. പിന്നെന്തിനാ വേലക്കാരി പെണ്ണിന്റെ അച്ഛൻ വേഷം കെട്ടാൻ പോകുന്നത്? മനസ്സിലായില്ല. വേലക്കാരി പെണ്ണിന്റെ അച്ഛൻ വേഷം കെട്ടുന്നോ? അതെ, വേലക്കാരി ചിന്നുവിന്റെ അച്ഛനായിട്ട് ഇന്ന് കോളേജിൽ ചെന്ന് ഒപ്പിടാൻ പോകുന്നത് ബിസിനസ് മാഗ്നറ്റായ അർജുൻ സാറിന്റെ അച്ഛൻ ജയരാമനാ. ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെ ആണോന്നല്ലേ? സത്യം. ഇനി അത് അമ്മയും കൂടെ അറിഞ്ഞിട്ടാണോ എന്നത് ആദ്യം ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അമ്മേ, ആ അർജുനോ? ആ ഞാൻ നിന്നെ ഒന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു. നമ്മുടെ കമ്പനികളുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് അടിയന്തരമായിട്ട് വിളിക്കണം. അവരുടെ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതിന്റെ കണക്കുകളൊന്നും കണ്ടില്ല. അമ്മേ, ഞാൻ വന്നത് കമ്പനിയുടെ കാര്യം പറയാനല്ല. കമ്പനി കാര്യം പിന്നീട് ചർച്ച ചെയ്യാം. പറയാൻ വന്നത് ഷെയറിന്റെ കാര്യം തന്നെയാ. പക്ഷെ കമ്പനി ഷെയറിന്റെ കാര്യമല്ലെന്നേ ഉള്ളൂ. മനസ്സിലായില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം. അമ്മ അറിഞ്ഞില്ലേ, അടുക്കളക്കാരി ചിന്നുവിന്റെ ഗാർഡിയനായിട്ട് അച്ഛൻ കോളേജിൽ പോകാൻ പോകുന്നു. എച്ചില് പാത്രം കഴുകുന്നവളുടെ അച്ഛന്റെ സ്ഥാനത്ത് ഒപ്പിടുന്നത് അർജുൻ സാറിന്റെ അച്ഛൻ ജയരാമൻ. കോടീശ്വരനും വ്യവസായ പ്രമുഖനുമായ ജയരാമനെ ഇനി മുതൽ ചിന്നുവിന്റെ രക്ഷകർത്താവാ. ഇതിൽ കൂടുതൽ എന്ത് നാണക്കേടാമ ഇനി സംഭവിക്കാനുള്ളത്? മനഃപൂർവ്വം നാണം കെടുത്താനാണോ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? അതോ അമ്മയുടെയും കൂടെ സമ്മതത്തോടെയാണോ? നാലാളറിയുന്നവരുടെ ഗോസിപ്പ് തേടി നടക്കുന്ന ചാനലുകളുള്ള നാടായത്. അവർ ഈ സംഭവം വളച്ചൊടിച്ച് അവിഹിതത്തിന്റെ കഥ എഴുതും. രമാനിലയത്തിലെ ജയരാമന്റെ അവിഹിത സന്തതിയാണ് ചിന്നു എന്നും പ്രചരിപ്പിക്കും. പോരാത്തതിന് ചിന്നുവിന്റെ അമ്മയും ഔട്ട് ഹൗസിലുണ്ടല്ലോ. ഐശ്വര്യേ വേണ്ട.